അമിനോ ആസിഡ് സീക്വൻസ് ഡൈവേർജൻസ് ഇൻ പ്രോട്ടീൻസ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അമിനോ ആസിഡുകൾ എന്താണ്? എവല്യൂഷണറി പ്രോസസ്സിൽ അമിനോ ആസിഡുകൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്? അത് വ്യത്യസ്ത ജീവജാലങ്ങളിൽ എങ്ങനെ ഡൈവേർജ് ചെയ്തു പോയി, അതായത് അവയുടെ ഫങ്ഷണൽ യൂട്ടിലിറ്റി അനുസരിച്ച് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്ങനെ അവ നിലനിർത്തിക്കൊണ്ടുപോയി, എവല്യൂഷണറി പ്രോസസ്സിൽ അമിനോ ആസിഡ് സീക്വൻസിൻ്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ വിശദാംശങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അമിനോ ആസിഡുകൾ എന്താണെന്ന് നോക്കാം. They are one of the first organic molecule to appear on earth. ഭൂമിയിൽ ആദ്യം ഉണ്ടായ ഓർഗാനിക് മോളിക്യൂളുകളാണ് അമിനോ ആസിഡുകൾ. As the building block of proteins, amino acids are linked to almost every processes. പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശരീരപ്രവർത്തനങ്ങളെ എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അമിനോ ആസിഡുകൾ. ബട്ട് ദേ ആർ ഓൾസോ ഹാവ് കീ റോൾസ് പ്രീകർസർ കോമ്പൗണ്ട്സ് ഇൻ മെനി ഫിസിയോളജിക്കൽ പ്രോസസ്സസ്. അമിനോ ആസിഡുകളുടെ നിർമ്മാണത്തോടൊപ്പം തന്നെ ശരീരത്തിലെ ഫിസിയോളജിക്കൽ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ശരീരപ്രവർത്തനങ്ങളിലെ കീ റോൾ നിർവഹിക്കുന്നതിലും അമിനോ ആസിഡുകൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഈ പ്രോസസ്സിൽ പ്രധാനമായിട്ടും ഇന്റർമീഡിയറി മെറ്റബോളിസം, അതായത് കണക്ഷൻസ് ബിറ്റ്വീൻ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ്. അമിനോ ആസിഡുകൾ കാർബോഹൈഡ്രേറ്റുകളെയും ലിപ്പിഡുകളെയും പരസ്പരം ബന്ധിപ്പിച്ച് മെറ്റബോളിക് പ്രോസസ്സിനെ എന്ന പ്രവർത്തനത്തിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കൂടാതെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ആൻഡ് ന്യൂറോ ട്രാൻസ്മിഷൻ. അതുപോലെ അമിനോ ആസിഡുകൾക്ക് ശരീരപ്രവർത്തനങ്ങളിലുള്ള മറ്റ് കീ റോളുകളിൽ ഒന്നാണ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്നുള്ളത്. സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ കെമിക്കൽ ഓർ ഫിസിക്കൽ സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എ സെൽ as a series of molecular events, most commonly protein phosphorylation catalyzed by protein kinases. അതായത് കോശങ്ങളിൽ നിന്നും കോശങ്ങളിലേക്ക് ഏതെങ്കിലും സന്ദേശങ്ങൾ അല്ലെങ്കിൽ കോശ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സിഗ്നൽസുകൾ കെമിക്കൽ രൂപത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഇമ്പൾസുകൾക്ക് ഒപ്പം തന്നെ ഇലക്ട്രിക് ഇമ്പൾസുകളും കെമിക്കൽ ഇമ്പൾസുകളുമാണ് ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. അങ്ങനെ എൻസൈമാറ്റിക് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ എൻസൈമാറ്റിക് കമ്മ്യൂണിക്കേഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അമിനോ ആസിഡുകളാണ്. ഇങ്ങനെ അമിനോ ആസിഡുകളുടെ സഹായത്താൽ കോശപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്ന പ്രവർത്തനത്തെയാണ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ പ്രോട്ടീൻ ഫോസ്ഫോറിലേഷനാണ് നടക്കുക. പ്രോട്ടീൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കമ്മ്യൂണിക്കേഷനുമാണ് ട്രാൻസ്ഡക്ഷൻ എന്ന പ്രവർത്തനത്തിൽ നടക്കുക. പ്രോട്ടീൻ കൈനേസിസ് എന്ന എൻസൈമാണ് ട്രാൻസ്ഡക്ഷൻ എന്ന പ്രവർത്തനത്തെ റെഗുലേറ്റ് ചെയ്യുന്നത്, വിച്ച് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ എ സെല്ലുലാർ റെസ്പോൺസ്. ഇങ്ങനെ ട്രാൻസ്ഡക്ഷൻ എന്ന പ്രവർത്തനത്തിലൂടെ സെല്ലുലാർ റെസ്പോൺസ്, കോശ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ കോശ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുവാനും പ്രോട്ടീനുകൾക്കും അമിനോ ആസിഡുകൾക്കും കഴിയും. ആൻഡ് ന്യൂറോ ട്രാൻസ്മിഷൻ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഇലക്ട്രിക് ഇമ്പൾസുമായിട്ടും അതോടൊപ്പം തന്നെ സിനാപ്സുകൾക്ക് ഇടയിൽ കെമിക്കൽ രൂപത്തിലുള്ള ഇമ്പൾസായിട്ട് അല്ലെങ്കിൽ സിഗ്നൽസ് ആയിട്ടാണ്. അങ്ങനെ ന്യൂറോണുകൾക്കിടയിലുള്ള സിഗ്നൽ ട്രാൻസ്ഡക്ഷനും അല്ലെങ്കിൽ സിഗ്നൽ കമ്മ്യൂണിക്കേഷനും അമിനോ ആസിഡുകൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. Amino acids play a central role in cellular metabolism and organisms need to synthesize most of them. കോശപ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് അമിനോ ആസിഡുകൾക്ക് ഉണ്ട്. അതായത് എൻസൈമുകളെല്ലാം തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അമിനോ ആസിഡുകൾ കൊണ്ടാണ്. അതുകൊണ്ട് ജീവജാലങ്ങളിൽ അമിനോ ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഉണ്ട് എന്നർത്ഥം. To date, scientists have discovered more than 500 amino acids in nature.
but only 22 participate in translation. ഇന്നുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള 500-ൽ പരം അമിനോ ആസിഡുകൾ നിലവിലുണ്ട്. എന്നിരുന്നാൽ തന്നെ 500-ൽ പരം അമിനോ ആസിഡുകളിൽ 22 എണ്ണം മാത്രമേ പ്രോട്ടീൻ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ശരീരപ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുള്ളൂ. Aside from their role in composing protein, amino acids have many biologically important functions. പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ അമിനോ ആസിഡുകൾക്ക് ധാരാളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷൻസും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ദർ ആർ ഓൾസോ എനർജി മെറ്റബോളൈറ്റ്സ് ആൻഡ് മെനി ഓഫ് ദം ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. എനർജി മെറ്റബോളൈറ്റുകളാണ് അമിനോ ആസിഡുകളെല്ലാം തന്നെ, അതായത് ഊർജ ഉൽപാദന പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവയാണ്. ആൻഡ് മെനി ഓഫ് ദം ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. അതുപോലെ തന്നെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആയിട്ട് ശരീരപ്രവർത്തനങ്ങളുടെ വളർച്ചയ്ക്കും ശരീരപ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിനും അല്ലെങ്കിൽ നിയന്ത്രണ പ്രക്രിയയ്ക്കും ആവശ്യമുള്ള ന്യൂട്രിയൻറ്റുകളായിട്ടും അമിനോ ആസിഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അമിനോ ആസിഡ്സ് ക്യാൻ ഓഫൺ ഫങ്ഷൻ ആസ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൽസ്. അതുപോലെ കോശങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ പാത്വേ ആയിട്ട് അല്ലെങ്കിൽ സിഗ്നൽസ് ആയിട്ട് പ്രവർത്തിക്കുന്നതും അമിനോ ആസിഡുകളാണ്. ഓറിജിൻ ഓഫ് അമിനോ ആസിഡ്സ്. ഇനി അമിനോ ആസിഡുകൾ എങ്ങനെയാണ് ഭൂമിയിൽ ഉണ്ടായത് എന്ന് നോക്കാം. ഇൻ 1953, മില്ലർ ആൻഡ് യൂറേ അറ്റംപ്റ്റ് ടു റീക്രിയേറ്റ് ദ കണ്ടീഷൻ ഓഫ് പ്രൈമോഡിയൽ എർത്ത്. പ്രൈമോഡിയൽ എർത്ത്, അതായത് ഭൂമി ഉണ്ടായ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവൻ ഉരുത്തിരിഞ്ഞു വരാനുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി 1953 മില്ലറും യൂറയും നടത്തിയ പരീക്ഷണങ്ങളിലൂടെ അമിനോ ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഇൻ എ ഫ്ലാസ്ക് they combined ammonia, hydrogen, methane and water vapor plus electrical spark. ഒരു ഫ്ലാസ്കിൽ അമോണിയ, ഹൈഡ്രജൻ, മീഥെയിൻ, വാട്ടർ എന്നിവയോടൊപ്പം പ്രൈമോഡിയൽ എർത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇലക്ട്രിക്കൽ സ്പാർക്ക് കൂടി അപ്ലൈ ചെയ്തപ്പോൾ they found that new molecules were formed and they are identify these molecules as 11 stranded amino acids. ഇങ്ങനെ ഭൂമി ഉണ്ടായ സാഹചര്യത്തിൽ ജീവൻ ഉണ്ടാകാൻ ഇടയായ ഒരു എൻവയോൺമെന്റ് രൂപപ്പെട്ട കാലഘട്ടം ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ആ കാലഘട്ടം ലാബിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ മില്ലർക്കും യുറേക്കും ലഭിച്ചത് 11 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡുകളാണ്. അലാനിൻ, ആർജിനിൻ, അസ്പാർജിൻ, അസ്പാർട്ടിക് ആസിഡ്, സിസ്റ്റീൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടമീൻ, ഗ്ലൈസിൻ, പ്രോലിൻ, സെറിൻ ആൻഡ് തൈറോസിൻ. ഇങ്ങനെ 11 അമിനോ ആസിഡുകൾ ഐസൊലേറ്റ് ചെയ്യാൻ മില്ലർക്കും യുറേക്കും കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം പ്രൈമോഡിയൽ എർത്തിൽ ആദ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ബയോമോളിക്യൂൾ എന്ന് പറയുന്നത് അമിനോ ആസിഡുകൾ ആയിരിക്കാം. ഫ്രം ദിസ് ഒബ്സർവേഷൻ they posited that the first organism likely arose in an environment rich in organic compounds, the primordial soup. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് പ്രൈമോഡിയൽ എർത്തിൽ ഇങ്ങനെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ നിർമ്മിക്കാൻ സാധ്യത ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമിനോ ആസിഡുകളായിരിക്കാം ആദ്യം ഉണ്ടാക്കപ്പെട്ടതും അതിൽ നിന്നും പിന്നീട് ജീവജാലങ്ങൾ ഉണ്ടായി വന്നു എന്നും യൂറി മില്ലർ ഒബ്സർവ് ചെയ്തു. വിത്തിൻ ദിസ് സോപ്പ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് എവോൾഡ്. ഇങ്ങനെ ഈ ഓർഗാനിക് സോപ്പിൽ അല്ലെങ്കിൽ അമിനോ ആസിഡുകളുടെ ഓഷ്യനിൽ ആദ്യത്തെ ജീവജാലം ഉണ്ടായി വന്നു. ദേ ആർ ആർക്കിയ, പ്രൊക്കാരിയോട്ടിക് മൈക്രോബ്സ്. ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള ജീവികളെ ആർക്കിയ എന്നാണ് അറിയപ്പെടുക. They are prokaryotic microbes and the number of organisms increased, the organic compounds were depleted. ഇങ്ങനെ പ്രൈമോഡിയൽ സോപ്പിൽ ആദ്യത്തെ ജീവജാലം ഈ അമിനോ ആസിഡുകളെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ജീവിക്കുന്നത് ആകയാൽ പ്രൈമോഡിയൽ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അത് വളർന്നു വരിക അല്ലെങ്കിൽ എണ്ണത്തിൽ പെരുകുകയും പ്രൈമോഡിയൽ സോപ്പിൻ്റെ അല്ലെങ്കിൽ അമിനോ ആസിഡുകളുടെ എണ്ണം കുറയുകയും ചെയ്തിട്ടുണ്ടാകാം.
Necessarily in this competitive environment, those organisms that were able to photosynthesize their own nutrients from elements had a great advantage over those that could not. ഇങ്ങനെ പ്രൈമോഡിയൽ സൂപ്പിൽ ഉണ്ടാക്കപ്പെട്ട അമിനോ ആസിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ജീവജാലങ്ങൾ എണ്ണത്തിൽ പെരുകിയപ്പോൾ those organisms that were able to biosynthesize their own nutrients from elements that had a great advantage over those could not. ഇങ്ങനെ എണ്ണത്തിൽ പെരുകിയപ്പോൾ അമിനോ ആസിഡുകളുടെ അളവ് കുറയുകയും അമിനോ ആസിഡുകൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ജീവജാലങ്ങൾ ഇവോൾവ് ചെയ്തു വരാനുള്ള സാധ്യത ഉണ്ടാവുകയും അമിനോ ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തവ നിർജീവമായി പോവുകയോ അല്ലെങ്കിൽ ഇല്ലാതായി പോവുകയോ ചെയ്യാം. അങ്ങനെ അമിനോ ആസിഡുകൾ സ്വന്തമായി അല്ലെങ്കിൽ ശരീരത്തിൽ ബയോളജിക്കൽ അല്ലെങ്കിൽ ലഭ്യമായ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ കഴിവുള്ള ജീവജാലങ്ങൾ ഉണ്ടായി വന്നു എന്ന് വിശ്വസിക്കുന്നു. ടുഡേ the vast majority of organic compounds derive from biological organisms that break down and replenish the resources for sustaining other organisms. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ജീവജാലങ്ങൾ എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡിറൈവ്ഡ് ഫ്രം ബയോളജിക്കൽ ഓർഗാനിസംസ്. ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ജീവജാലങ്ങളിൽ തന്നെയാണ്. അതായത് റോ മെറ്റീരിയൽ സറൗണ്ടിൽ നിന്നും സ്വീകരിക്കുകയും അതിൽ നിന്നും ഓർഗാനിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വിവിധ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് ജീവജാലങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു എന്നർത്ഥം. The amino acids emerge from biosynthetic enzyme reactions. ഇങ്ങനെ ആദ്യമുണ്ടായ പ്രൈമോഡിയൽ സൂപ്പിൽ ഉണ്ടായ അമിനോ ആസിഡുകളിൽ നിന്നും സ്വന്തം നിലയിൽ അമിനോ ആസിഡുകൾ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ജീവജാലങ്ങൾ എവോൾവ് ചെയ്തു വന്നു. ഇനി അമിനോ ആസിഡ് സിന്തസിസ് എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം ജീവജാലങ്ങളിൽ. ആസ് ഇംപ്ലൈഡ് ബൈ ദ റൂട്ട് ഓഫ് ദ വേർഡ് അമീൻ, ദ കീ ആറ്റം ഇൻ അമിനോ ആസിഡ്സ് കമ്പോസിഷൻ ഈസ് നൈട്രജൻ. അമീൻ എന്ന വാക്കിൽ നിന്നും അമിനോ ആസിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ട് എന്ന് പറയുന്നത് നൈട്രജൻ ആണെന്ന് മനസ്സിലാക്കാം. ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് നൈട്രജൻ ഫോർ ദ ബയോസിന്തസിസ് ഓഫ് അമിനോ ആസിഡ് ഈസ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ, എ നിയർലി ഇനർട്ട് ഗ്യാസ്. അന്തരീക്ഷത്തിൽ ധാരാളമുള്ള നൈട്രജൻ തന്നെ ആയിരിക്കണം അമിനോ ആസിഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. കാരണം അതൊരു ഇനേർട്ട് ഗ്യാസാണ്, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ടോക്സിക് അല്ലാത്ത ഗ്യാസാണ്. However, to be metabolically useful, atmospheric nitrogen must be reduced. ഇനി മെറ്റബോളിക്കലി യൂസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ അന്തരീക്ഷ നൈട്രജനെ റെഡ്യൂസ് ചെയ്യണം. ദിസ് പ്രോസസ് നോൺ ആസ് നൈട്രജൻ ഫിക്സേഷൻ occurs only in certain types of bacteria. ഇങ്ങനെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഇനർട്ടായിട്ടുള്ള നൈട്രജനെ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് ഉപയോഗിക്കാൻ തക്ക രീതിയിലേക്ക് മാറ്റാൻ കഴിവുള്ള ജീവജാലങ്ങളെ നമ്മൾ നൈട്രജൻ ഫിക്സിംഗ് ഓർഗാനിസംസ് എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ബാക്ടീരിയകൾ ആദ്യം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാകാം. Even though nitrogen is one of the most prominent chemical elements in living systems, nitrogen is almost unreactive and very stable because of its triple bond. എന്തുകൊണ്ട് നൈട്രജൻ ജീവജാലങ്ങളിൽ ഉപയോഗിക്കാൻ തക്ക വിധത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നത് നോക്കിയാൽ, ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിനന്റ് കെമിക്കൽ എലമെന്റ് ഇൻ ലിവിങ് സിസ്റ്റംസ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന, അന്തരീക്ഷത്തിലായാലും ജീവജാലങ്ങളിലായാലും കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് അല്ലെങ്കിൽ മൂലകമാണ് നൈട്രജൻ. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അൺറിയാക്റ്റീവ്. അത് ഒരു പരിധിവരെ അൺറിയാക്റ്റീവാണ്. പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടാകാതെ സ്റ്റേബിളായിട്ട് നിലനിൽക്കാൻ കഴിയുന്ന പദാർത്ഥം തന്നെയാണ് നൈട്രജൻ എന്നത്. ദിസ് ബോണ്ട് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ബിക്കോസ് 3 chemical bonds need to be separated and bound to different compounds. ഇങ്ങനെ
നൈട്രജൻ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണെന്ന് പറയാൻ കഴിയും. ദ ബോണ്ട് ഈസ്, അതായത് 3 ഹൈഡ്രജൻ ബോണ്ടുകൾ കൊണ്ടാണ് നൈട്രജൻ മോളിക്യൂൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹൈഡ്രജൻ ബോണ്ട് വേർപെടുത്തുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ നൈട്രജൻ എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, അൺറിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു പദാർത്ഥമായിട്ട് നിലനിൽക്കാനും നിലനിർത്തിക്കൊണ്ടു പോകാനും ജീവജാലങ്ങൾക്ക് കഴിയും. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പദാർത്ഥം കൊണ്ട് തന്നെ ആയിരിക്കണം എന്ത് നിർമ്മിക്കാൻ പെടേണ്ടുന്നത്, സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാക്ഷൻ നടത്തുന്ന ഒരു പദാർത്ഥം അല്ലെങ്കിൽ അമിനോ ആസിഡുകൾ നിർമ്മിക്കപ്പെടേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നൈട്രജൻ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പദാർത്ഥം എന്ന നിലയിൽ ജീവജാലങ്ങൾ അമിനോ ആസിഡുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാകാം. Nitrogenase is the only family of enzyme capable of breaking this bond. It carries out nitrogen fixation. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന നൈട്രജനെ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് നൈട്രോജിനേസ് എന്ന ബാക്ടീരിയയ്ക്കുണ്ട്. നൈട്രോജിനേസ് എന്ന എൻസൈമിനുണ്ട്. ഇത് ബാക്ടീരിയയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ബാക്ടീരിയകൾ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ റെഡ്യൂസ് ചെയ്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് സഹായിച്ചിട്ടുള്ളത് ഇത്തരം ബാക്ടീരിയയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള നൈട്രോജിനേസ് എന്ന എൻസൈമാണ്. These proteins use as a collection of metal ions as the electron carriers are responsible for reduction of nitrogen to ammonia. ഇങ്ങനെ നൈട്രോജിനേസ് എന്ന എൻസൈമുകളുടെ സഹായത്താലും മറ്റ് മെറ്റൽ അയോൺസിൻ്റെ സഹായത്താലും നൈട്രജനെ അമോണിയയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. All organisms can use this reduced nitrogen, that is ammonia, to make amino acids. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ NH3 എന്ന ഫോമിലേക്ക് അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോണുമായിട്ട് സംയോജിപ്പിച്ച് റെഡ്യൂസ്ഡ് നൈട്രജൻ അല്ലെങ്കിൽ അമോണിയ എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തപ്പോൾ ഇതിൽ നിന്നും പിന്നീട് അമിനോ ആസിഡുകൾ ഉണ്ടാക്കാൻ എളുപ്പമായി. അല്ലെങ്കിൽ ജീവജാലങ്ങളിൽ പിന്നീട് റെഡ്യൂസ്ഡ് നൈട്രജൻ അല്ലെങ്കിൽ അമോണിയ എന്ന ഫോമിൽ നിന്നാണ് അമിനോ ആസിഡുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങുന്നത്. അമിനോ ആസിഡ്സ്, പ്രീകഴ്സേഴ്സ് ആൻഡ് ബയോസിന്തറ്റിക് പാത്വേസ്. ഇങ്ങനെ റെഡ്യൂസ്ഡ് നൈട്രജനിൽ നിന്നും എങ്ങനെയൊക്കെ അമിനോ ആസിഡുകൾ രൂപപ്പെട്ടു വന്നു എന്ന് നോക്കാം. അമിനോ ആസിഡ് സിന്തസിസ് ക്യാൻ ഒക്കർ ഇൻ വെറൈറ്റി ഓഫ് വേസ്. അമിനോ ആസിഡ് നിർമ്മാണം പല രീതിയിൽ നടക്കുന്നുണ്ട്. അമിനോ ആസിഡ്സ് ക്യാൻ ബി സിന്തസൈസ്ഡ് ഫ്രം പ്രീകർസർ മോളിക്യൂൾ ബൈ സിമ്പിൾ സ്റ്റെപ്സ്. അമിനോ ആസിഡുകൾ വളരെ സിമ്പിളായിട്ടുള്ള 2 പ്രധാനപ്പെട്ട സ്റ്റെപ്പിലൂടെ ജീവജാലങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അമൈൻ, അലാനിൻ, aspartate and glutamate are synthesized from keto acids called pyruvate oxaloacetate and alpha ketoglutamate respectively after a transamination reaction step. സാധാരണ അമിനോ ആസിഡുകൾ നിർമ്മിക്കാൻ സാധ്യതയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ട്രാൻസ്അമിനേഷൻ എന്നുള്ളത്. ഇവിടെ ട്രാൻസ്അമിനേഷൻ എന്ന പ്രോസസ്സ് വഴി അല്ലെങ്കിൽ റിയാക്ഷൻ വഴി അലാനിൻ, അസ്പാറേറ്റ്, ഗ്ലൂട്ടാമേറ്റ് എന്നിവ കീറ്റോ ആസിഡുകളിൽ നിന്നും അല്ലെങ്കിൽ അവയെ പൈറുവേറ്റ്, ഓക്സാലോഅസറ്റേറ്റ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാമേറ്റ് എന്ന് ഇങ്ങനെ പറയാറുണ്ട്, അല്ലെങ്കിൽ എന്നിവ തന്നെയാണ്. അവയിൽ നിന്നും അലാനിനും ആസ്പാറേറ്റും ഗ്ലൂട്ടാമേറ്റ് തുടങ്ങിയ അമിനോ ആസിഡുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ കീറ്റോ ആസിഡുകളിൽ നിന്നും അമിനോ ആസിഡുകൾ നിർമ്മിക്കപ്പെടുന്ന പ്രവർത്തനത്തെ ട്രാൻസ്അമിനേഷൻ എന്നാണ് പറയുക. ട്രാൻസ്അമിനേഷൻ എന്താണെന്ന് നോക്കാം. എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ആൻ അമിനോ ആസിഡ് ഗ്രൂപ്പ് ടു കീറ്റോ ആസിഡ് ടു ഫോം ന്യൂ അമിനോ ആസിഡ്സ്. ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. കീറ്റോ ആസിഡുകളിൽ നിന്നും അമിനോ ആസിഡുകളെ എന്ത് ചെയ്യുന്നു? അമിനോ ആസിഡ് ഗ്രൂപ്പുകളെ കീറ്റോ ആസിഡുകളാക്കി മാറ്റുകയും അതിൽ നിന്നും പുതിയ അമിനോ ആസിഡുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ദിസ് പാത്വേ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡീഅമിനേഷൻ ഓഫ് മോസ്റ്റ് അമിനോ ആസിഡ്സ്. ഇങ്ങനെ
അമിനോ ആസിഡുകളിൽ നിന്ന് തന്നെ കീറ്റോ ആസിഡുകളായിട്ട് അമിനോ ആസിഡുകൾ മാറുകയും പിന്നീട് അതിൽ നിന്ന് പുതിയ അമിനോ ആസിഡുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ഇതൊരു ഡി അമിനേഷൻ പ്രോസസ്സാണ്. അമിനോ ആസിഡിനെ വേർതിരിച്ച് പുതിയ അമിനോ ആസിഡുകൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനമാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ മേജർ ഡീഗ്രഡേഷൻ പാത്വേസ് which convert essential amino acid to non-essential amino acids. ഇങ്ങനെ ട്രാൻസ് അമിനേഷൻ എന്ന പ്രോസസ് വഴി എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകളിൽ നിന്നും നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ രൂപീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ പ്രീകർസർ മോളിക്യൂളിൽ നിന്നും ആദ്യമുണ്ടായ അമിനോ ആസിഡുകളിൽ നിന്നും പുതിയ അമിനോ ആസിഡുകൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനത്തെയാണ് ശരിക്കും അമിനോ ആസിഡ് പ്രീകർസേഴ്സ് ആൻഡ് ബയോസിന്തസിസ് പാത്വേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൈമോഡിയൽ സൂപ്പ് പോലെയുള്ള കണ്ടീഷനിൽ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് ജീവജാലങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്ന അമിനോ ആസിഡുകളെ വിഭജിച്ച് കീറ്റോ ആസിഡുകളായിട്ട് മാറ്റുകയും അതിൽ നിന്നും പുതിയ അമിനോ ആസിഡുകൾ, അതായത് പുതിയ കോമ്പിനേഷനിലുള്ള അമിനോ ആസിഡുകൾ ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനെയാണ് ട്രാൻസ് അമിനേഷൻ എന്ന് പറയുക. സിമിലർലി asparagine and glutamate are synthesized from aspartate and glutamate respectively by an amidation reaction step. അതുപോലെ അസ്പാരജിനും ഗ്ലൂട്ടാമിനും നിർമ്മിക്കപ്പെടുന്നുണ്ട്. അത് ഗ്ലൂട്ടാമേറ്റ്, അസ്പാറേറ്റ് എന്നീ രൂപത്തിലുള്ള പദാർത്ഥങ്ങളിൽ നിന്നുമാണ്. അത് അമിഡേഷൻ പ്രോസസ് വഴിയാണ് എന്ത് ചെയ്യപ്പെടുക, അസ്പാരജിനും ഗ്ലൂട്ടാമേറ്റിനും പോലെയുള്ള അമിനോ ആസിഡുകൾ നിർമ്മിക്കപ്പെടുന്നത്. The synthesis of other amino acids require more steps. Between 1 and 13 biochemical reactions are necessary to produce the different amino acids from their precursors of the central metabolism. ഇനി ഈ രണ്ട് വിഭാഗത്തിൽ പെടുന്നതല്ലാതെയുള്ള മറ്റ് അമിനോ ആസിഡുകൾ നിർമ്മിക്കപ്പെടുവാൻ ഒന്നിലധികം സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് വേണ്ടിവരും. 1 മുതൽ 13 കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്നതിന് ശേഷമാണ് പുതിയ തരത്തിലുള്ള അല്ലെങ്കിൽ അമിനോ ആസിഡുകളെ വിഭജിച്ച് പുതിയ കോമ്പിനേഷനോട് കൂടിയ പ്രോട്ടീനുകൾ അല്ലെങ്കിൽ അമിനോ ആസിഡുകൾ നിർമ്മിക്കപ്പെടുന്നത്. The relative use of amino acid biosynthetic pathways vary widely among species because different synthesis pathways have evolved to fulfill unique metabolic needs in different organisms. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ദ റിലേറ്റീവ് യൂസ് ഓഫ് അമിനോ ആസിഡ് ബയോസിന്തസിസ് പാത്വേ വേരി വൈഡ്ലി എമംഗ് സ്പീഷീസ്. ഇങ്ങനെ അമിനോ ആസിഡുകൾ, വ്യത്യസ്ത രൂപത്തിലുള്ള അമിനോ ആസിഡുകൾ നിർമ്മിക്കപ്പെടുന്ന പ്രവർത്തനം ജീവജാലങ്ങളിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും. എന്തുകൊണ്ട് വ്യത്യസ്ത രീതിയിലാകുന്നു എന്നത് ഓരോ ജീവജാലവും അത് ജീവിക്കുന്ന കണ്ടീഷന് അനുസരിച്ച് അവയുടെ ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മെറ്റബോളിക് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും വ്യത്യസ്ത രീതിയിൽ ഓരോ ജീവജാലവും എവല്യൂഷണറി പ്രോസസ്സിൽ ഇവോൾവ് ചെയ്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എവല്യൂഷണറി പ്രോസസ്സിൽ നീഡ് അനുസരിച്ച് അവയുടെ ഫിസിയോളജിക്കൽ കണ്ടീഷൻ അനുസരിച്ച് പാത്വേയിൽ അല്ലെങ്കിൽ അമിനോ ആസിഡ് നിർമ്മാണ പ്രക്രിയയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അമിനോ ആസിഡുകൾ ഉണ്ടായി വരാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്തു. Although some pathways are present in certain organisms, they are absent in others. അതുകൊണ്ട് തന്നെ ചില അമിനോ ആസിഡുകൾ നിർമ്മിക്കുന്ന പ്രവർത്തനം ചില ജീവജാലങ്ങളിൽ മാത്രമായി കാണപ്പെടുകയും മറ്റുള്ളവയിൽ അത് ഇല്ലാതെ വരികയും ചെയ്തു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അമിനോ ആസിഡിന് വേണ്ടിയിട്ട് മറ്റു ജീവജാലങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്ന വരുന്ന ഒരു സാഹചര്യം ജീവജാലങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അത് എന്താണ് നോക്കാം. വാട്ട് മേക്സ് അമിനോ ആസിഡ് എസെൻഷ്യൽ? എന്താണ് അമിനോ ആസിഡ്സിന്റെ ആവശ്യകത അല്ലെങ്കിൽ അമിനോ ആസിഡ് എന്തുകൊണ്ടാണ് എസെൻഷ്യൽ ആയിട്ട് വന്നത്? നോട്ട് ഓൾ ദ ഓർഗാനിസംസ് ആർ കേപ്പബിൾ ഓഫ് സിന്തസൈസിങ് ഓൾ ദ അമിനോ ആസിഡ്സ് ആൻഡ് മെനി ആർ സിന്തസൈസ്ഡ് ബൈ പാത്വേസ് ദാറ്റ് ആർ പ്രസന്റ് ഓൺലി ഇൻ സർട്ടൻ പ്ലാന്റ്സ് ആൻഡ് ബാക്ടീരിയ. ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ അമിനോ ആസിഡുകളും അവയുടെ ശരീരത്തിൽ നിർമ്മിക്കാൻ കഴിയില്ല. എവല്യൂഷണറി പ്രോസസ്സിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു ചേഞ്ചാണ് അത്.
ഭൂരിഭാഗം അമിനോ ആസിഡുകളും പ്ലാന്റ്സിലും ബാക്ടീരിയയിലും ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അമിനോ ആസിഡ്സ് ആർ ഡിവൈഡ്സ് ഇൻറ്റു amino acids into two categories, essential and non-essential. ഇങ്ങനെ ആവശ്യമുള്ള അമിനോ ആസിഡുകളെന്നും ആവശ്യമില്ലാത്ത എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും നോൺ എസെൻഷ്യൽ എന്ന അമിനോ ആസിഡ് എന്നും അമിനോ ആസിഡുകൾ വേർതിരിഞ്ഞ് രണ്ട് വിഭാഗമായിട്ട് വേർതിരിഞ്ഞു വന്നു. ബിക്കോസ് ഓഫ് എ പർട്ടിക്കുലർ structural features, essential amino acids cannot be synthesized by mammalian enzymes. മാമേലിയൻ എൻസൈമുകൾക്ക് എസെൻഷ്യൽ അമിനോ ആസിഡുകൾ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവ് ഇല്ലാതായി. അല്ലെങ്കിൽ എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഘടന എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഘടനയിലുള്ള അമിനോ ആസിഡുകൾ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവ് മമേലിയൻ എൻസൈമുകൾക്ക് ഇല്ല. Then non-essential amino acids therefore can be synthesized by nearly all organisms. അതുപോലെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ, നോൺ എസെൻഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ശരീരത്തിൽ വേണ്ടാത്തത്, അത്തരം അമിനോ ആസിഡുകൾ നിർമ്മിക്കാനുള്ള കഴിവ് ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നോക്കാം. The loss of the ability to synthesize essential amino acids likely emerged very early in evolution because this dependence on other organisms for the source of amino acid is common among all eukaryotes. ഇങ്ങനെ എസെൻഷ്യൽ അമിനോ ആസിഡുകൾ പ്ലാന്റ്സിൽ നിർമ്മിക്കപ്പെടുകയും നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ എല്ലാ ജീവജാലങ്ങൾക്കും ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യവും വന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് എവല്യൂഷണറി പ്രോസസ്സിൽ സംഭവിച്ച ഒരു ചേഞ്ച് ആണെന്ന് പറയുന്നു. അതായത് ജീവജാലങ്ങൾ രണ്ടായിട്ട് വേർതിരിഞ്ഞപ്പോൾ അതിൻ്റെ ന്യൂട്രീഷൻ്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സുമായിട്ട് വേർതിരിഞ്ഞപ്പോൾ ഓട്ടോട്രോപ്സുകൾക്ക് ഭൂമിയിലുള്ള റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്, അതായത് മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും ജലത്തിൽ നിന്നും ലഭിക്കുന്ന പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് അതിൻ്റെ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഫോട്ടോസിന്തസിസ് പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവജാലങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും അതേ സാഹചര്യത്തിൽ ഇത്തരം ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ജീവജാലങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഉള്ള ഹെറ്ററോട്രോപ്സ് ആയിട്ടുള്ള ജീവജാലങ്ങൾ ഡൈവേർജ് ചെയ്തു പോവുകയും ചെയ്തു. ഇങ്ങനെ ഒന്നിനെ ആശ്രയിച്ചുള്ള ഒരു എവല്യൂഷൻ സംഭവിച്ചപ്പോൾ അമിനോ ആസിഡുകൾക്കും ഇങ്ങനെ ഡൈവേർജൻസ് സംഭവിച്ചു. അതായത് രണ്ട് വിഭാഗമായിട്ട് അമിനോ ആസിഡുകൾ വേർതിരിഞ്ഞു പോവുകയും ചെയ്തു. അതായത് അമിനോ ആസിഡുകൾ സ്വന്തമായി നിർമ്മിക്കാൻ കഴിവുള്ള ജീവജാലങ്ങളെന്നും ചിലത് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിവില്ലാത്ത ജീവജാലങ്ങളെന്നും രണ്ടായിട്ട് എവല്യൂഷണറി പ്രോസസ്സിൽ വേർതിരിവ് ഉണ്ടായി. How do certain amino acids become essential for a given organism? ഇനി ചില പ്രത്യേക അമിനോ ആസിഡുകൾ ചില പ്രത്യേക ജീവജാലങ്ങൾക്ക് ഏറ്റവും ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? Organisms evolve under certain environmental constraints which are dynamic over time. ഇവിടെ എവല്യൂഷണറി പ്രോസസ്സിൽ ചില ജീവജാലങ്ങൾ ഏറ്റവും കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ പ്രഷർ ഉള്ള സാഹചര്യത്തിൽ ജീവിക്കേണ്ടുന്ന ജീവജാലങ്ങളുണ്ട്. അത് ചൂടാകാം, തണുപ്പാകാം, അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണമാകാം, പ്രഷറാകാം. ഇപ്പം ഡീപ് സീ ആനിമൽസിലേക്ക് വരുമ്പോഴേക്കും ഹൈ പ്രഷറാണ്, പോളാർ റീജിയനിലേക്ക് വരുമ്പോഴേക്കും അത്യധികം തണുപ്പാണ്, ഇനി ഡെസേർട്ടിലേക്ക് വരുമ്പം വലിയ ചൂടാണ്. ഇതൊക്കെയാണ് എൻവയോൺമെൻ്റൽ കൺസ്ട്രെയിൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന ജീവജാലങ്ങൾക്ക് ആ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ ഫിസിയോളജിക്കലായിട്ട് അതിന് മോഡിഫിക്കേഷൻ, അനാറ്റമിക്കലായിട്ടുള്ള മോഡിഫിക്കേഷൻസ്, ബയോകെമിക്കലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഇങ്ങനെയൊക്കെ വരുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എവല്യൂഷണറി പ്രോസസ്സിൽ. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് ഇത്തരം അതിന് സർവൈവലിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനും നിർമ്മിക്കാനും അല്ലെങ്കിൽ ആവശ്യമായി
വേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇഫ് an amino acid is available for uptake, the selective pressure to keep intact the genes responsible for that pathway might be lower because they would not constantly expressing these biosynthetic genes. ഇനി ഇവിടെ നോക്കാം. ഇഫ് an amino acid is available for uptake, ഒരു ജീവിക്കുന്ന സാഹചര്യത്തിൽ അതിന് ശരീരത്തിൽ സ്വന്തമായിട്ട് നിർമ്മിക്കാതെ തന്നെ ഭക്ഷണത്തിലൂടെയോ ജലത്തിലൂടെയോ അല്ലെങ്കിൽ അതിന് ലഭ്യമായ സാഹചര്യത്തിലൂടെ അമിനോ ആസിഡ് ധാരാളം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ അമിനോ ആസിഡ് ശരീരത്തിൽ സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിയുന്ന ജീവജാലം ആണെന്നുണ്ടെങ്കിൽ അതിന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിവുള്ള ജീനിന് അതിൻ്റെ സ്വന്തമായിട്ട് നിർമ്മിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആവശ്യകത ഇല്ലാതെ വരികയും അത്തരം ജീനുകൾ പതുക്കെ ജീനുകളുടെ പ്രവർത്തനം ശോഷിച്ചു വരികയും അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നീഡ് ബേസ് ആയിട്ട് അല്ലെങ്കിൽ ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ ജീൻ എക്സ്പ്രസ് ചെയ്യപ്പെടുകയോ എക്സ്പ്രസ് ചെയ്യപ്പെടാതിരിക്കുകയോ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം എൻവയോൺമെന്റൽ കൺസ്ട്രെയിൻസ് എന്ന കണ്ടീഷനിൽ ഉണ്ട്. Without the selective pressure, the biosynthetic roots might be lost, or the gene could allow mutations that could lead to a diversification of enzyme function. ഇങ്ങനെ സെലക്റ്റീവ് പ്രഷർ ബയോസിന്തറ്റിക് റൂട്ട്, അതായത് ബയോളജിക്കൽ റൂട്ട് മൈറ്റ് ബി ലോസ്റ്റ്, ഒന്നുകിൽ സ്വന്തമായിട്ട് അമിനോ ആസിഡുകൾ ഉണ്ടാക്കി ബയോകെമിക്കൽ റിയാക്ഷനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു പാത്വേയിൽ സിന്തസിസ് പ്രോസസ്സ് ഒഴിവാക്കപ്പെടുകയോ, അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന അല്ലെങ്കിൽ അമിനോ ആസിഡുകൾ ധാരാളമായിട്ട് എൻവയോൺമെന്റിൽ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് മറ്റ് അമിനോ ആസിഡുകൾ ഡിവൈഡ് ചെയ്ത് പുതിയ അമിനോ ആസിഡുകൾ ഉണ്ടാക്കേണ്ടുന്ന സാഹചര്യം ജീവിക്കില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജീനിന് ചേഞ്ച് സംഭവിക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ അതിന് മ്യൂട്ടേഷൻ സംഭവിക്കുകയോ ചെയ്യാം. അത് അത്തരം എൻസൈമിൻ്റെ ഫങ്ഷനെയും അല്ലെങ്കിൽ എൻസൈമാറ്റിക് പ്രോസസ്സിലുള്ള റിയാക്ഷനെയും ബാധിക്കും. ഫോളോയിങ് ദിസ് ലോജിക്, amino acids that are essential for certain organism might not be essential for other organism subjected to different selection pressures. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത എൻവയോൺമെന്റൽ കണ്ടീഷനിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ അമിനോ ആസിഡിന്റെ നീഡ് അല്ലെങ്കിൽ അമിനോ ആസിഡിന്റെ ആവശ്യകത പരിശോധിക്കുകയാണെങ്കിൽ ചില കണ്ടീഷനിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ചില അമിനോ ആസിഡുകൾ കൂടുതലായിട്ട് വേണ്ടിവരും അല്ലെങ്കിൽ വേണ്ടിവരും. ചില കണ്ടീഷനിൽ ജീവിക്കുന്ന ചില ജീവജാലങ്ങൾക്ക് അത്തരം അമിനോ ആസിഡുകൾ പ്രയോജനപ്പെടാതെ പോവുകയും ചെയ്യും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഗാലപ്പാഗോസ് ഐലൻഡിൻ്റെ പടമാണ്. അതോടൊപ്പം തന്നെ ഗാലപ്പാഗോസ് ഐലൻഡിൽ കാണപ്പെടുന്ന ക്രാബിൻ്റെയും റെപ്റ്റൈൽ വിഭാഗത്തിൽ വരുന്ന ഒരു ജീവിയുടെ പടമാണ്. അപ്പം ഗാലപ്പാഗോസ് ഐലൻഡാണ് എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡാർവിൻ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അപ്പം ഐസൊലേഷൻ പ്രോസസ്സ് ഇവിടെ വ്യത്യസ്ത ജീവജാലങ്ങൾ ഇവോൾവ് ചെയ്തു വരുന്നതിനും അതിൻ്റെ എൻവയോൺമെന്റൽ കണ്ടീഷൻ അനുസരിച്ച് മോഡിഫിക്കേഷൻ വരുത്തുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റഡി തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അമിനോ ആസിഡുകളുടെ ഡൈവേർജൻസ് വളരെ കൃത്യമായിട്ട് മൈന്യൂട്ടായിട്ടുള്ളത് നമുക്ക് അത്തരം കണ്ടീഷനിൽ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പറഞ്ഞത് എൻവയോൺമെന്റൽ കൺസ്ട്രെയിൻസ് ജീവജാലങ്ങളിൽ അമിനോ ആസിഡുകൾ ചിലതിന് ജീവജാലങ്ങൾക്ക് പ്രത്യേകം അതിൻ്റെ ആ എൻവയോൺമെന്റൽ കൺസ്ട്രെയിനെ ഓവർകം ചെയ്യാനായിട്ട് ഫിസിയോളജിക്കലായിട്ടുള്ള ഫംഗ്ഷന് വേണ്ടി വരും. ആ അമിനോ ആസിഡ് വേറൊരു സാഹചര്യത്തിലുള്ള ജീവിക്ക് വേണ്ടി വരില്ല എന്ന് മാത്രമാണ്. ഇനി നമുക്ക് അമിനോ ആസിഡ് സീക്വൻസ് ഡൈവേർജൻസ്, അമിനോ ആസിഡ് സീക്വൻസുകൾ എങ്ങനെയൊക്കെ ഡൈവേർജ് ചെയ്ത് വേർപെട്ട് പോയി എന്ന് നോക്കാം. മോസ്റ്റ് ചേഞ്ചസ് ഇൻ പ്രോട്ടീൻ സീക്വൻസ് occur by small mutations that accumulate slowly with time. പ്രോട്ടീൻ സീക്വൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, പ്രോട്ടീൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അമിനോ ആസിഡുകൾ കൊണ്ടാണ്. അങ്ങനെ സീക്വൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് സംഭവിക്കുന്നത് മ്യൂട്ടേഷൻ വഴിയാണ്, ജീനുകൾക്കുണ്ടാകുന്ന മ്യൂട്ടേഷൻ വഴിയാണ്. അപ്പം ആവശ്യത്തിന് ഉള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മ്യൂട്ടേഷൻ ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തു പോവുകയും നെഗറ്റീവായിട്ടുള്ളവയാണെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ മ്യൂട്ടേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് ജീവജാലങ്ങളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എവല്യൂഷൻ സംഭവിച്ചു. അതിനനുസരിച്ച് പ്രോട്ടീനുകളുടെ
ഡൈവേർജൻസും സംഭവിച്ചിട്ടുണ്ട്. പോയിന്റ് മ്യൂട്ടേഷൻസ് ആൻഡ് സ്മോൾ ഇൻസേർഷൻസ് ആൻഡ് ഡെലീഷൻസ് occur by chance, probably, with more or less equal probability in all regions of the genome, except for hotspot at which mutations occur much more frequently. പോയിന്റ് മ്യൂട്ടേഷൻസ്, ഏതെങ്കിലും DNA-യുടെ ഒരു പ്രത്യേക ഭാഗത്തുണ്ടാകുന്ന മ്യൂട്ടേഷൻസ്, അത് ഇൻസേർഷൻ ആകാം, ഡെലീഷൻ ആകാം, പുതിയൊരു ജീൻ കടന്നു വരുന്നതാകാം, അല്ലെങ്കിൽ ഒരു സീക്വൻസ് നഷ്ടപ്പെടുന്നതാകാം. ബൈ ചാൻസ്, പ്രോബബ്ലി വിത്ത് മോർ ഓർ ലെസ് ഈക്വൽ പ്രോബബിലിറ്റി ഇൻ ഓൾ റീജിയൻസ് ഓഫ് ദ ജീനോം. ഇങ്ങനെ ഈക്വൽ ആയിട്ടുള്ള പ്രോബബിലിറ്റി ഇത്തരം ജീനുകൾക്ക് എല്ലായിടത്തും മ്യൂട്ടേഷൻ, ഇൻസേർഷനോ ഡെലീഷനോ വരാം. എക്സെപ്റ്റ് ഫോർ ഹോട്ട്സ്പോട്ട്. ഇനി ധാരാളം മ്യൂട്ടേഷൻസ് നിരന്തരമായിട്ട് സംഭവിക്കുന്ന ഹോട്ട്സ്പോട്ട് പോലെയുള്ള റീജിയനിലാണെന്നുണ്ടെങ്കിൽ അത്തരം മ്യൂട്ടേഷൻസ് വളരെ വേഗത്തിൽ നടക്കുകയും ആ മ്യൂട്ടേഷണൽ ചേഞ്ചസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ അതിൻ്റെ DNA-യുടെ സ്ട്രക്ചറൽ ഡിഫറൻസിന് ഇടയാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട അമിനോ ആസിഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ പ്രോട്ടീൻ സിന്തസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ പ്രോട്ടീൻ സിന്തസിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡിന്റെ സീക്വൻസിലും വ്യത്യാസം വരും. Most mutations that change the amino acid sequence are deleterious and will be eliminated by natural selection. ഇനി ഇങ്ങനെ ജീനുകൾക്ക് ഉണ്ടാക്കപ്പെടുന്ന മ്യൂട്ടേഷനുകൾ കൂടുതലും ഡെലിറ്റീരിയസ് ആണ്, അതായത് ഓർഗാനിസംസിന് ആവശ്യമില്ലാത്തതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലൈഫിൻ്റെ സസ്റ്റൈനബിലിറ്റിയെ ബാധിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന മ്യൂട്ടേഷൻ നാച്ചുറൽ സെലക്ഷൻ വഴി എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഫ്യൂ മ്യൂട്ടേഷൻസ് ആർ അഡ്വാൻറ്റേജിയസ്, but when a rare one occurs, it is likely to spread through the population, eventually replacing the former sequence. ഇവിടെ നോക്കുക, ഇനിയൊരു മ്യൂട്ടേഷൻ അഡ്വാൻറ്റേജസ് ആണ്. അതായത് ഒരു ഡെസേർട്ട് കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു കോൾഡ് കണ്ടീഷൻ, അല്ലെങ്കിൽ ഹൈ പ്രഷർ കണ്ടീഷനിൽ അതിൻ്റെ ബോഡിയുടെ അതിൻ്റെ ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ചേഞ്ചാണ് ഒരു ജീവജാലത്തിന് വരുന്നതെങ്കിൽ അത്തരം ചേഞ്ചസിനെ അത് നിലനിർത്തുകയും അത്തരം ചേഞ്ചസോട് കൂടിയ പുതിയ പോപ്പുലേഷൻ ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് ജീനുകളിലാണ് ഉണ്ടാവുക. ജീനുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ജീൻ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് പ്രോട്ടീനുകളുടെ രൂപത്തിലാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സീക്വൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സീക്വൻസ് വരുമ്പോൾ അതിനനുസരിച്ച് അമിനോ ആസിഡുകൾക്കും ചേഞ്ച് വരുന്നു എന്നർത്ഥം. When a new variant replaces the previous version of the gene, it is said to have become fixed in the population. ഇങ്ങനെ ഒരു പുതിയ വേരിയന്റ്, പുതിയ ഒരു ജീൻ ഒരു ജീവജാലത്തിൽ ഉണ്ടായി വന്നാൽ അത് അഡ്വാൻറ്റേജസ് ആണെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യപ്പെടും. അത്തരം ചേഞ്ചസിനെ അത് ഫിക്സ് ചെയ്യപ്പെടുകയും അതൊരു പുതിയ പോപ്പുലേഷനായിട്ട് മാറുകയും ചെയ്യും. ഇവിടെ കൊറോണ വൈറസിന്റെ 2 ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കോവിഡ് വൈറസിന് ആദ്യമുണ്ടായിരുന്ന വേരിയന്റുകളിൽ നിന്നും പുതിയ പുതിയ വേരിയന്റുകൾ ഉണ്ടായി വരുന്നുണ്ട്. ഇങ്ങനെ പുതിയ വേരിയേഷൻ സംഭവിക്കുന്നത് അതിൻ്റെ ജീനിലുണ്ടാകുന്ന ചേഞ്ചസ് വഴിയാണ്. അപ്പം ഈ പുതിയ വേരിയേഷൻ കോവിഡ് വൈറസിനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജസ് ആണ്. അതിന് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനും സർവൈവ് ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ളതാണ്. അപ്പം ഇങ്ങനെ സർവൈവ് ചെയ്യുന്ന പുതിയ സ്പീഷീസ് എന്ത് ചെയ്യപ്പെടും? അതിൻ്റെ ആ ചേഞ്ച്, ജനറ്റിക് ചേഞ്ച് ഫിക്സ് ചെയ്യപ്പെടുകയും അത് പുതിയൊരു വേരിയൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും. The rate at which mutational changes accumulate in a characteristic of each protein, presumably depending at least in part of its flexibility with regard to change. ഇനി ഒരു പ്രോട്ടീനിൽ ഉണ്ടാകുന്ന ചേഞ്ച്, മ്യൂട്ടേഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞത് the changes accumulate is a characteristic of each protein, presumably depending at least in part of its flexibility with regard to change. ഇനി ജീനിലുണ്ടാകുന്ന മ്യൂട്ടേഷൻ അത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി റിഗാർഡ് ടു ചേഞ്ച്, ജീനിന് ചേഞ്ച് ചെയ്യാൻ ഇതിനുള്ള കഴിവ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ചേഞ്ചസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. Within a species, a protein evolves by mutational substitution followed by elimination or fixation within the single breeding
പൂൾ. ഇവിടെ ഒരു സ്പീഷീസിനകത്ത് പുതിയ പ്രോട്ടീൻ എവോൾവ് ചെയ്യുന്നത് വരാനുള്ള സാഹചര്യം ഒന്നുകിൽ മ്യൂട്ടേഷണൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആകാം, അല്ലെങ്കിൽ എലിമിനേഷൻ ആകാം, അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ഫിക്സേഷൻ ആകാം. മ്യൂട്ടേഷണൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിൻ്റെ കൺസ്ട്രെയിൻ അല്ലെങ്കിൽ നീഡ് അനുസരിച്ച് പുതിയ ഒരു മ്യൂട്ടേഷൻ ഉണ്ടാക്കപ്പെടുകയും അത് ഒന്നുകിൽ എലിമിനേറ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ ഫിക്സ് ചെയ്യപ്പെടാം. അങ്ങനെ ഫിക്സ് ചെയ്യുകയും അതൊരു ജീൻ പൂളിൽ അല്ലെങ്കിൽ ഒരു ബ്രീഡിംഗ് പൂളിൽ അത് നിലനിൽക്കുകയും ചെയ്യും. ഇത് ഡാർവിൻ ഫിഞ്ചസിൻ്റെ പടമാണ്. ഡാർവിൻ ഫിഞ്ചസ് പലതരത്തിലുള്ള അതിൻ്റെ പീക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് എൻവയോൺമെൻറ്റൽ കൺസ്ട്രെയിൻ അനുസരിച്ച് ഡെവലപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ള പീക്കിൻ്റെ വ്യത്യാസം, അതായത് അതിൻ്റെ ചുണ്ടിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ കൺസ്ട്രെയിൻസ്, ഈ ചുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ഫീഡിങ് അതിൻ്റെ ഡിഫറെൻ്റ് മെറ്റബോളിക് പ്രവർത്തനത്തെ ആണ് സൂചിപ്പിക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡാണ് അവിടെ കൺസ്യൂം ചെയ്യപ്പെടുന്നത്. അപ്പം ഓരോ തരത്തിലുള്ള ഫുഡ് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നതിനും വ്യത്യസ്തമായിട്ടുള്ള എൻസൈമുകൾ ആവശ്യമാണ്. അങ്ങനെ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്ന ചേഞ്ചസ് എൻസൈമുകളുടെ ചേഞ്ചസിലേക്ക് വരികയും എൻസൈം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രോട്ടീനുകൾ കൊണ്ടാണ്. അപ്പം വ്യത്യസ്ത പ്രോട്ടീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അമിനോ ആസിഡുകൾ കൊണ്ടാണ്. അമിനോ ആസിഡുകൾക്കുള്ള ചേഞ്ചിലേക്ക് വരികയും അങ്ങനെ മെറ്റബോളിക് ചേഞ്ച് അമിനോ ആസിഡിൻ്റെ ചേഞ്ചിന് ഇടയാക്കുകയും പുതിയ തരത്തിലുള്ള അമിനോ ആസിഡുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് ഇടയാക്കുകയും ചെയ്യും. When a species separate into new species, each now constitute an independent pool of evolution. ഒന്നിൽ നിന്നും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടായി വന്നാൽ രണ്ടിലും രണ്ട് തരത്തിലുള്ള ജീനുകളുടെ ജീൻ പൂൾ ഉണ്ടെന്ന് പറയാം. By comparing the corresponding proteins in two species, we see the difference that have accumulated between them since the time when their ancestors ceased to interbreed. ഇവിടെ മാമത്തും ഏഷ്യൻ എലഫന്റും ആഫ്രിക്കൻ എലഫന്റിന്റെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഭൂമിയിൽ ഉണ്ടായിരുന്നു, അത് ഒരു സമയത്ത് ഭൂമിയിൽ നിന്നും പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി പോവുകയും ചെയ്ത എലഫന്റ് വിഭാഗത്തിൽ വരുന്ന ജീവജാലമാണ് മാമത്ത്. ഈ മാമത്തിൽ നിന്നാണ് ഏഷ്യൻ എലഫന്റും ആഫ്രിക്കൻ എലഫന്റും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ അതിൻ്റെ ജീൻ പൂൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ജീനിൻ്റെ ഘടന എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ എലഫന്റിൻ്റെ ജീനും ഇന്ത്യൻ എലഫന്റ് ജീനും തമ്മിൽ സിമിലാരിറ്റീസും ഡിഫറൻസും ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതതിൻ്റെ എൻവയോൺമെൻറ്റിന് അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് ജീൻ പൂളിൽ അല്ലെങ്കിൽ ജീനുകളുടെ ഘടനയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യാസം വരുന്നത്, അത് എപ്പോൾ വ്യത്യാസം വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എവിടെ വെച്ച്. അതായത് പുതുതായിട്ടുണ്ടായ സ്പീഷീസും നിലവിലുണ്ടായിരുന്ന സ്പീഷീസും തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യുന്ന ഇതുവരെ, അല്ലെങ്കിൽ ഏത് സാഹചര്യം വരെ ഇന്റർബ്രീഡ് ചെയ്തിരുന്നു, എപ്പോഴാണ് ഡൈവേർജ് ചെയ്ത് പോയത് എന്ന് വരെ നമുക്ക്, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് സംഭവിച്ചത് എന്ന് പോലും നമുക്ക് ജീൻ പൂൾ അനാലിസിസ് വഴി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു ജീവിയിൽ നിന്നും പുതിയൊരു സ്പീഷീസ് ഉണ്ടാക്കപ്പെടുമ്പോൾ അത് രണ്ട് വ്യത്യസ്ത ജീൻ പൂളുകളായിട്ട് മാറുകയും ആ ജീൻ എന്ന് പറഞ്ഞ ജീനുകളുടെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാവുകയും അത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചു വരുന്നതിനനുസരിച്ച് വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെടേണ്ടുന്ന ആവശ്യകത വരും. ആ പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഉപയോഗിക്കപ്പെടുന്ന അമിനോ ആസിഡുകളുടെ സീക്വൻസിലും അല്ലെങ്കിൽ അമിനോ ആസിഡുകളുടെ ഘടനയിലും ഡൈവേർജൻസ് ഉണ്ടാവുകയും ചെയ്യും. Some proteins are highly conserved, showing little or no change from species to species. ഇനി ചില പ്രോട്ടീനുകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈലി കൺസർവ്ഡ് ആണ്. അതായത് ആ പ്രോട്ടീൻ്റെ ഘടനയിൽ, പ്രോട്ടീൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അമിനോ ആസിഡുകളിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുത്താറില്ല. This indicates that almost any change is deleterious and therefore selected against. ഇത് കാണിക്കുന്നത് ഇത്തരം വളരെ പ്രൈമർലി ആയിട്ട് അല്ലെങ്കിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യം വേണ്ടുന്ന പ്രോട്ടീനുകളിൽ വ്യത്യാസം വരുത്തിയാൽ അത് ഡെലിറ്റീരിയസ് ആയിട്ട് മാറും, അത് വളരെ ദോഷകരമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ചില പ്രോട്ടീനുകൾ കൺസർവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ചേഞ്ചസും വരുത്താതെ അങ്ങനെ തന്നെ നിലനിന്ന് പോകുന്ന പ്രോട്ടീനുകളും ഉണ്ട്. The difference between two proteins is expressed as their divergence, the presence of positions at which the amino acids are different.
ഇനി രണ്ട് പ്രോട്ടീനുകൾ എങ്ങനെ ഡൈവേർജ് ചെയ്തു പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദ പ്രസന്റ് പൊസിഷൻസ് അറ്റ് വിച്ച് അമിനോ ആസിഡ്സ് ആർ ഡിഫറെൻറ്റ്. നേരത്തെ ഉണ്ടായിരുന്ന അമിനോ പ്രോട്ടീനിൽ നിന്നും ഇപ്പോഴുള്ള പ്രോട്ടീൻ എങ്ങനെ, അല്ലെങ്കിൽ ഇപ്പം പലതരത്തിലുള്ള പ്രോട്ടീനുകൾ എങ്ങനെ ഡൈവേർജ് ചെയ്തു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രോട്ടീൻ അല്ലെങ്കിൽ ഓരോ പ്രോട്ടീനുകളിലും ഉള്ള അമിനോ ആസിഡിൻ്റെ സീക്വൻസ് ആണ്. അപ്പോൾ അമിനോ ആസിഡിൻ്റെ സീക്വൻസ് എങ്ങനെ ഓരോ ജീവജാലങ്ങളിലും വ്യത്യസ്തമായി വന്നിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോട്ടീനുകളുടെ അല്ലെങ്കിൽ അമിനോ ആസിഡിൻ്റെ ഡൈവേർജൻസ് പ്രോട്ടീൻ ഡൈവേർജൻസിലൂടെ മനസ്സിലാക്കാൻ കഴിയും. The divergence between proteins can be different from the divergence between the corresponding nucleic acid sequence. പ്രോട്ടീനുകളുടെ ഡൈവേർജൻസ് സംഭവിച്ചിട്ടുള്ളത് ന്യൂക്ലിക് ആസിഡിൻ്റെ സീക്വൻസിൻ്റെ ഡൈവേർജൻസിലൂടെയാണ്. അതായത് DNA ക്കുണ്ടായ ഘടനാപരമായിട്ടുള്ള വ്യത്യാസം DNA നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീനുകൾക്കും ഉണ്ടാക്കപ്പെടുകയും ആ പ്രോട്ടീനുകളിൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകളിലും അത്തരം വ്യത്യാസങ്ങൾ അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. The source of this difference is the representation of each amino acid in a 3-base codon, in which often the third base has no effect on the meaning. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെ അമിനോ ആസിഡുകൾ ഡൈവേർജ് ചെയ്തു എന്നതിൻ്റെ ഫൈനൽ ആൻസർ എവല്യൂഷണറി പ്രോസസ്സിൽ DNA-ക്ക് എൻവയോൺമെന്റൽ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ ജീവജാലങ്ങൾ ഉണ്ടായി വരികയും ആ ഉണ്ടായി വരുന്നതിന് ഇടയാക്കിയത് ജനിതകപരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. പ്രധാനമായിട്ടും അത്തരം വ്യത്യാസങ്ങളെ നമ്മൾ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നു. ഡെലിറ്റീരിയസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ആണെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്യപ്പെടാതെ പോവുകയും അത് പോസിറ്റീവ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ആണെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുകയും അങ്ങനെ DNA-ക്ക് ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ജീനുകളുടെ അക്യുമുലേഷൻ തുടങ്ങിയവ എവല്യൂഷണറി പ്രോസസ്സിൽ സംഭവിച്ചു. ഇങ്ങനെ DNA-ക്ക് ഘടനാപരമായിട്ടുള്ള വ്യത്യാസം വന്നപ്പോൾ DNA-യിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീനുകൾക്കും ഘടനാപരമായിട്ടുള്ള വ്യത്യാസം അമിനോ ആസിഡുകളിലൂടെ സംഭവിക്കുകയും ആവശ്യത്തിനനുസരിച്ച് പുതിയ അമിനോ ആസിഡുകൾ നിർമ്മിക്കപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ പുതിയ പുതിയ വ്യത്യസ്ത കോമ്പിനേഷനുകളിലുള്ള അമിനോ ആസിഡുകളും പ്രോട്ടീനുകളും നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ അമിനോ ആസിഡിൻ്റെ നിർണ്ണയിക്കുന്നത് ജനറ്റിക് കോഡ് ആണ്. ജനറ്റിക് കോഡിൻ്റെ ഒരു പ്രത്യേകത ആദ്യത്തെ 2 കോഡുകളാണ് അമിനോ ആസിഡുകളെ നിർണ്ണയിക്കുന്നത്. മൂന്നാമത്തെ കോഡിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇതിനെ നമ്മൾ വൂബിൾ ബേസ് എന്നാണ് പറയുക. അമിനോ ആസിഡ് ഈ ജനറ്റിക് കോഡിൻ്റെ പ്രത്യേകത ഡീജനറസി എന്ന് പറയും. അങ്ങനെ ഡീജനറസി എന്ന ജനറ്റിക് കോഡ് അമിനോ ആസിഡുകളെ അല്ലെങ്കിൽ അമിനോ ആസിഡിൻ്റെ സീക്വൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒന്നിലധികം ജനറ്റിക് കോഡുകൾ ഒരേ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജനറ്റിക് കോഡിലുണ്ടായ വ്യത്യാസം, എവല്യൂഷണറി പ്രോസസ്സിൽ ജീനിലുണ്ടായ അക്യുമുലേഷൻ തുടങ്ങിയവയെല്ലാം അമിനോ ആസിഡിൻ്റെ സീക്വൻസിൻ്റെ ഡൈവേർജൻസിന് ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ അമിനോ ആസിഡുകൾ വ്യത്യസ്ത ജീവജാലങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ഇവോൾവ് ചെയ്തു വരികയും ഇപ്പോഴുള്ള 500-ൽ പരം അമിനോ ആസിഡുകളായി രൂപാന്തരപ്പെടുകയും ചെയ്തു എന്നാണ് എവല്യൂഷണറി ബയോളജിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പാഠം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി നിങ്ങൾക്ക് തോന്നുന്നു എന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് അറിയിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, സംശയമുള്ള വസ്തുതകൾ ഇവയെല്ലാം അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇത് അമിനോ ആസിഡ് സീക്വൻസ് ഡൈവേർജൻസ് ഇൻ പ്രോട്ടീൻസ് എന്നത് 7 മാർക്ക് ചോദ്യം, എസ്സേ എന്നീ 2 വിഭാഗത്തിലും ചോദിക്കാൻ സാധ്യതയുള്ള പാഠവിഭാഗമാണ്. അതുപോലെ 2 മാർക്ക് ചോദ്യങ്ങൾ ട്രാൻസാമിനേഷൻ, ട്രാൻസ്ഡക്ഷൻ തുടങ്ങിയ ചോദ്യങ്ങൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇത്രയുമാണ് ഈ ക്ലാസ്സിലുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു വിഷയം ചർച്ച ചെയ്യും.